നമസ്കാരം. ആദ്യമായി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിനക്ക് പ്രിയപ്പെട്ടവൻ്റെ 4-ാം ഭാഗം. അമ്പിളി ഒട്ടും ആലോചിച്ചില്ല. പാവാട മുകളിലേക്ക് ഒന്നുയർത്തി. പടവുകൾ ഓരോന്നും താഴേക്കിറങ്ങി. അമ്പിളി, വേഗം വരൂ, അപ്പു താഴെ നിന്നും വിളിച്ചു പറഞ്ഞു. അവൾ ഒന്നുകൂടി മുകളിൽ വെച്ച മുല്ലപ്പൂ മാല അയക്കി നോക്കി. അത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുമോ? അമ്പിളി! താഴെ നിന്നും പിന്നെയും അപ്പുവേട്ടൻ നിർത്താതെ വിളിച്ചുകൊണ്ടിരുന്നു. വരാം, എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചോണം. അവസാനത്തെ പടികളിൽ എത്തിയപ്പോൾ അമ്പിളി പകച്ചുകൊണ്ട് പറഞ്ഞു. എന്താ അമ്പിളി ഇങ്ങനെ? അമ്മയോട് വരുന്ന വിവരം പറഞ്ഞില്ല അപ്പേട്ടാ. അമ്മ അറിയും മുമ്പ് നമുക്ക് ചെല്ലാലോ. അതും നേരാ. വെള്ളത്തിന് നല്ല കുളിര്, നല്ല തെളിഞ്ഞ വെള്ളം. ഈ വെള്ളത്തിൽ ചെളിയുണ്ടെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാനേ വയ്യ. അമ്പിളിയുടെ 2 കാലും കുളത്തിൽ പ്രവേശിച്ചു. ഇനി ആഴങ്ങളിലേക്ക്, അപ്പുവേട്ടൻ്റെ അരികിലേക്ക്. പിന്നെ ഇറങ്ങാൻ ഭാവിച്ചപ്പോൾ മുകളിൽ നിന്നും ഒരു വിളിയുണ്ടായി. ഡീ കൊച്ചേ! ക്ഷേത്രമുറ്റം വൃത്തിയാക്കുന്ന അമ്മിഴി ചേച്ചി താഴെ ഇറങ്ങി വന്ന അമ്പിളിയെ കൈകളിൽ പിടിച്ചു വലിച്ച് മുകളിൽ കൊണ്ടുവന്ന് ഒരു ഒത്തു കൊടുത്തു. അമ്പിളി ചുമരിൽ ചെന്ന് തട്ടി നിന്നു. ഒപ്പോഴേക്കും ശ്രീദേവി ഓടിക്കെത്തിച്ചങ്ങെത്തി. ദേ ശ്രീദേവി, മോൾക്ക് ദണ്ണുണ്ടെങ്കിലേ മുറിയിൽ പിടിച്ച് പൂട്ടിട്ടോണം. ഇപ്പൊ കുളത്തിൽ ചാടി ചത്തേനെ. ശ്രീദേവി അമ്പിളിയെ ദയനീയമായി നോക്കി. അമ്മിണി ചേച്ചി, ഞാൻ കണ്ടില്ല. അപ്പുക്കുട്ടൻ മരിച്ചത് ഓർമ്മയില്ലേ? പിന്നെ എന്തോരം ശുദ്ധി ചെയ്തിട്ടാണ് അമ്പലത്തിലെ കാര്യങ്ങൾ നേരാവണ്ണം നടത്തിയെന്നറിയോ? ഇനിയും പണയുണ്ടാക്കല്ലേ പെണ്ണെ, പോയി അടങ്ങിയിരിക്കേ. അമ്മിണി കടന്നു പോയപ്പോൾ ശ്രീദേവിയുടെ മുഖത്തെ ദയനീയത ദേഷ്യമായി മാറി. നിന്നോട് പറയാണ്ട് ഇങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ. ഇങ്ങോട്ട് നടക്ക്. ശ്രീദേവി കയ്യിൽ പിടിച്ച് വലിച്ചഴിച്ചു കൊണ്ടുപോയി. അമ്മേ, അമ്മേ നിൽക്ക്, വിട്! അമ്പിളി അലറി വിളിച്ചു. ഇല്ല! അമ്പിളിയുടെ മുഖം ചുവന്നു വരുത്തു. അവൾ ശ്രീദേവിയെ തള്ളിയിട്ട് പിറകിലേക്ക് ഓടി. അവിടെ മുല്ലമാല ഇരുന്നെടുത്ത് ചെന്ന് നോക്കി. വാഴയിലയിലെ മുല്ലമാല എടുത്തുകൊണ്ട് ശ്രീദേവിയുടെ അടുത്തേക്ക് തിരിഞ്ഞു. വഴിയിൽ തള്ളിയിട്ട് വീണ ശ്രീദേവി അവിടെ നിന്ന് ഓടി അമ്പിളിക്ക് പുറകെ എത്തിയിരുന്നു. ശ്രീദേവി കരുതിയ അമ്പിളി കുളത്തിൽ പിന്നെ എടുത്ത് ചാടാൻ ഓടിയതാണെന്ന്. അമ്പിളിയുടെ കയ്യിലെ പൂക്കൾ കണ്ടപ്പോൾ അവരുടെ ദേഷ്യം പതിമടങ്ങായി. അവർ ആ പൂക്കൾ വാങ്ങി അവളുടെ കയ്യിൽ നിന്നും ഒറ്റ ഏറ് കൊടുത്തു. വഴിയിൽ ചിന്നിച്ചിതറി വീണ പൂക്കളിൽ നിന്നും 2 പൂക്കൾ വേർപെട്ട് കുളത്തിൽ ചെന്ന് പതിച്ചു. വീട്ടിൽ ചെന്നപ്പോൾ അമ്പിളിയെ അവളുടെ ഏട്ടൻ സംശയത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എടി അമ്പിളി, നീയാണോ ഈ ചെടിയിലെ മുല്ലപ്പൂക്കൾ മുഴുവൻ പൊട്ടിച്ചെടുത്തത്? അതേ, ദേഷ്യം മുതുനിന്ന് അവൾ ഉറക്കെ പറഞ്ഞു വെല്ലുവിളിച്ചു. ഏട്ടൻ്റെ കയ്യിൽ ഒരു പേരയ്ക്ക അവിടെ ഉണ്ടായിരുന്നു. അതും വീശി വന്ന അമ്പിളിയെ തലങ്ങനെയും വിലങ്ങനെയും ഒക്കെ അടിച്ചു. ഡാ, സുഖമില്ലാത്ത കുട്ടിയല്ലേ? ആണെങ്കിൽ വല്ല പ്രാന്താശുപത്രിയിലും കൊണ്ടുപോകണം. വടി വാങ്ങി ശ്രീദേവി ദൂരേക്കെറിഞ്ഞു. അമ്പിളിയുടെ മുഖം കരഞ്ഞു കലങ്ങി, കണ്ണുകൾ വിങ്ങി വീർത്തു. ഏട്ടനെ ഇമവെട്ടാതെ നോക്കിക്കൊണ്ടവൾ നടന്നു അകത്തേക്ക് പോയി. മുറിയിൽ വന്ന് വാതിലടിച്ച് കിടന്നു. ശ്രീദേവിക്കും ആകെ വിഷമമായി. അമ്പിളി, ആരോ വിളിക്കുന്നല്ലോ. അമ്പിളി കണ്ണീർ തുടച്ചു എഴുന്നേറ്റു. ആരും മുറിയിലില്ല. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ആ വിളി പനിനീർ പുഷ്പങ്ങളിൽ നിന്നാണെന്ന് അമ്പിളിക്ക് മനസ്സിലായത്. അമ്പിളി പുസ്തകം മറിച്ചു നോക്കി. കാമുകൻ സ്വർഗലോകത്തു നിന്നും കാമുകയ്ക്ക് അയക്കുന്ന കത്താണ് അതിലെ ഉള്ളടക്കം. മരിക്കുന്നതിന് കുറച്ചുനാൾ മുൻപായിരുന്നു ആ പുസ്തകം അപ്പു അമ്പിളിക്ക് നൽകിയത്. അപ്പുവേട്ടൻ്റെ മരണവും ആ പുസ്തകവും അമ്പിളിയുടെ മനസ്സിൽ ആഴങ്ങളിൽ ലയിച്ചുപോയി. അവിടെ നിന്നും മനോനില നഷ്ടപ്പെട്ട പെണ്ണായിട്ടാണ് അമ്പിളി പിന്നീട് മാറിയത്. കണ്ണിൽ ചോരയില്ലാത്തവൻ, ശ്രീദേവി പിച്ചും പേയും പറഞ്ഞ് നടക്കുകയായിരുന്നു. അമ്പിളിയുടെ അച്ഛൻ ഇതിനിടയിൽ റേഷൻ കടയിൽ നിന്നും വന്ന് ഉണ്ടിട്ട് പോയി. മോൾ എന്തെന്നോ വല്ലതും കഴിച്ചെന്നോ ഒരു വാക്ക്. ശ്രീദേവിക്ക് വിഷമിക്കാൻ ഇതും ഇതിലപ്പുറവും ഒരുപാട് കാരണങ്ങളുണ്ട്. പനിനീർ പുഷ്പങ്ങളിൽ അപ്പുവേട്ടൻ ഒളിച്ചിരിപ്പുണ്ട്. അപ്പുവേട്ടൻ എന്ത് കരുതി കാണും? എന്നെ കാത്തുനിന്ന് ശ്വാസം മുട്ടി കിടക്കുന്നുണ്ടാകും ഇപ്പോൾ. മോളെ, നീ വല്ലതും കഴിക്കുക. ഈ ബുക്ക് മാറ്റി. എപ്പോൾ നോക്കിയാലും ഈ ബുക്കും പിടിച്ച്. അച്ഛൻ വന്നോ അമ്മേ? അച്ഛൻ എന്താ എന്നെ നോക്കാത്തത്? സമയമില്ലാഞ്ഞിട്ട് റേഷൻ കടയിൽ കുറേ ആളുകളുണ്ട്. അതൊന്നുമല്ല, എന്നെ ഇഷ്ടമല്ല. ഇല്ല മോളെ. ഏട്ടനോ? ഒരു സ്വാതന്ത്ര്യവും ഇല്ല എനിക്കിവിടെ. അമ്മയോ? അമ്മയെ ഞാൻ വിഷമിപ്പിച്ചോ? ഇല്ല മോളെ. അവളുടെ ആ ചോദ്യത്തിൽ താൻ ഒരു ഭാരമാണോ എന്ന ധ്വനി ശ്രീദേവിക്ക് തോന്നി. രാത്രി ശ്രീദേവിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പോയി അമ്പിളിയെ നോക്കും, തിരികെ വന്ന് കിടക്കും. സമാധാനം കിട്ടണില്ല. എഴുന്നേറ്റ് അമ്പിളിയുടെ മുറിയിൽ വന്ന് കിടന്നു. അമ്പിളി നല്ല ഉറക്കമാണ്. കുറേ തല്ലുകൊണ്ട് പാവം. ശ്രീദേവി കണ്ണടച്ചു പ്രാർത്ഥിച്ചു കിടന്നു. അമ്പിളി, അമ്പിളി! ആ വിളികൾ അമ്പിളിയെ ഉറക്കത്തിൽ നിന്നും ഉണർത്തി. ഞാൻ അപ്പുവേട്ടനാ, ഈ പുസ്തകത്തിലാണ്. ഒന്ന് തുറക്ക് എൻ്റെ അമ്പിളി. അടച്ചു വെച്ചിട്ട് ശ്വാസം വിടാൻ വയ്യ. അമ്പിളി എഴുന്നേറ്റു. നല്ല നിലാവ് ജനാലവാതിലിലൂടെ അകത്തേക്ക് വെളിച്ചം പകർന്നിരിക്കുന്നു. അവൾ പുസ്തകം തുറന്നപ്പോൾ അതിൽ അപ്പുവേട്ടൻ നിന്ന് തിളങ്ങുന്നു. അപ്പുവേട്ട, ഇതെന്താ ആകെ ഒരു തിളക്കം? ഇവിടെ നിറയെ മിന്നാമിനുകളാണ് അമ്പിളി. ഇത് സ്വർഗമാണ്. ആണോ? നീ എന്നെ ചതിച്ചു. വിളിച്ചിട്ട് വന്നില്ലല്ലോ. അമ്മ സമ്മതിച്ചില്ല. എങ്കിൽ ഇപ്പൊ വരാമോ? മിന്നാമിനുങ്ങൾ കാണണ്ടേ നിനക്ക്? ഞാൻ വരാം. കുളത്തിൽ വാ. അതുവഴിയാണ് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുക.
ഞാൻ വരാം. വരുമ്പോൾ പുസ്തകം എടുത്തോളും. അമ്പിളി വീട് വിട്ടു പോയത് ശ്രീദേവി അറിഞ്ഞില്ല. ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് എങ്ങനെയൊക്കെയോ അമ്പിളി കുളത്തിനരികിൽ എത്തി. താഴെ വെള്ളത്തിനിടയിൽ നിന്നും അപ്പുവിൻ്റെ വിളി പിന്നെയും ഉയർന്നു. അമ്പിളി പടവുകൾ ഓരോന്നായി ഇറങ്ങി. അവളുടെ വലത് കൈയിൽ പനിനീർ പുഷ്പങ്ങളും ഉണ്ടായിരുന്നു. വെള്ളം അമ്പിളിയെ വെടിവെച്ചു. കാലുകൾ വെള്ളത്തിൽ കുത്തി. ഇനിയും മുന്നോട്ട് വരാൻ പിന്നെയും അപ്പു പറഞ്ഞു. മുന്നോട്ട് പോകുന്തോറും അമ്പിളിയുടെ ഉയരം കുറഞ്ഞു കുറഞ്ഞു വന്നു. അങ്ങനെ അമ്പിളി സ്വർഗത്തിലെത്തി. അമ്പിളിയോടൊപ്പം പുസ്തകവും സ്വർഗത്തിലിരിക്കുന്നു. മിന്നാമിനുകൾക്കിടയിൽ അപ്പവും അമ്പിളിയും. അവിടെ വീശിയ നനുത്ത കാറ്റിൽ പനിനീർ പുഷ്പങ്ങളുടെ താളുകൾ മറിഞ്ഞുകൊണ്ടിരുന്നു. എന്ന് നിനക്ക് പ്രിയപ്പെട്ടവൻ സ്വർഗത്തിൽ നിന്ന് എഴുതിയ കത്തും. അപ്പോൾ ഇതൊരു ചെറിയ തുടർക്കഥയായിരുന്നു. കഥയുടെ അവസാന ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റിൽ വന്ന് പറയുക. പിന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബായ്. എല്ലാവർക്കും താങ്ക് യു.